അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ റസൂലുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഫ്ളൽ സിയാമി ബഅദ റമളാന ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ മാസം കഴിഞ്ഞാൽ, നോമ്പ് നോൽക്കുന്നതായ റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ നോമ്പിന് ഏറ്റവും ശ്രേഷ്ഠമുള്ള മാസം അത് മുഹറം മാസമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാളെ 9ാമത്തെ നോമ്പാണ്, മറ്റന്നാൾ ആശുറ ആണ്, 10ാമത്തെ നോമ്പാണ്. ഈ രണ്ട് നോമ്പും വളരെയധികം പവിത്രമായതായ, വളരെയധികം കൂലി കിട്ടുന്നതായ നോമ്പായതുകൊണ്ട് തന്നെ ആരും ഒഴിവാക്കാതെ പരമാവധി ആ നോമ്പ് നോൽക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടുകൂടെ തന്നെ മറ്റന്നാളത്തെ നോമ്പ് ആശുറാ നോമ്പ്, ആ ആശുറാ നോമ്പ് തിങ്കളാഴ്ചയാണ് വരുന്നത്. അതിൻ്റെ നിയത്ത് വെക്കുമ്പോൾ തിങ്കളാഴ്ചയിലെ സുന്നത്ത് നോമ്പും കൂടി അള്ളാഹു തആലക്ക് വേണ്ടി നോൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ന നിയത്ത് വെച്ചുകൊണ്ട് നോൽക്കുകയാണെങ്കിൽ ആശുറാവിൻ്റെ നോമ്പ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ തിങ്കളാഴ്ചയുടെ നോമ്പും കിട്ടും. അതോടുകൂടെ തന്നെ റമളാൻ മാസത്തിലെ വല്ല നോമ്പും ഖളാ ആയിട്ടുണ്ടെങ്കിൽ ഈ ദിവസം നോമ്പ് നോൽക്കുന്നതായ സമയത്ത്, ഈ 2 ദിവസങ്ങളിലായിക്കൊണ്ട് നോമ്പ് നോൽക്കുന്ന സമയത്ത് ആ ഫർളായതായ റമളാൻ മാസത്തിലെ ഖളാ ആയ നോമ്പിനെയും അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റ് വീട്ടുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ ആ ഫർളായ നോമ്പും മൂടും നമുക്ക് കിട്ടുന്നതായ സുന്നത്തിൻ്റെ, ഈ ആശുറാ താസുവാന്റെ സുന്നത്തിന് നമുക്ക് കിട്ടും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആശുറാ നോമ്പിന്റെ പവിത്രതയെക്കുറിച്ച് പറയുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സിയാമു യൗമി ആശുറാ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലതി ഖബലഹും. മഹാനായ തങ്ങൾ പറയുകയാണ്, ഈ നോമ്പെന്ന് വെച്ചാൽ, ഈ ആശുറാ നോമ്പെന്ന് വെച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞതായ ഒരു വർഷത്തെ സകലമാന തെറ്റുകളും റബ്ബ് സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു തരും. ഈ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ മതി. അതുകൊണ്ട് ഈ നോമ്പ് പരമാവധിയായി കൊണ്ട് എല്ലാവരും നോൽക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.